ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആദ്യമായിട്ട് ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാളുടെ മനസ്സ് എങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക? അറിയുന്ന വ്യക്തിയാണെങ്കിൽ പോലും ചില കേസസിൽ അവരുടെ ഉള്ളിൽ എന്താണ് ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും അല്ലേ? എന്നാൽ ഒരു വ്യക്തിയുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും 55% സംസാര രീതിയിൽ നിന്നും 38%, 7% വാക്കുകളിൽ നിന്നും ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നോക്കാം ഒരു വ്യക്തിയുടെ മനസ്സ് മനസ്സിലാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ് കണ്ണാണ്. കണ്ണുകൾ ഒരുപാട് കാര്യങ്ങൾ പറയും എന്നാണല്ലോ പറയുന്നത്. ഒരു വ്യക്തിയുടെ മനസ്സറിയണം എങ്കിൽ അവരുടെ കണ്ണ് ശ്രദ്ധിച്ചാൽ മതി. ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എങ്കിൽ, അതായത് നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ കണ്ണിൽ തന്നെ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത് എങ്കിൽ അവർ നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഒട്ടും ഐ കോണ്ടാക്റ്റ് തരുന്നില്ല എങ്കിൽ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നു, മുഖമൊക്കെ പൊത്തി നിൽക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളോട് കള്ളം പറയുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് കള്ളം പറയാൻ വേണ്ടിയിട്ട് ഒന്നും കിട്ടുന്നില്ല, ഈ ഒരു വ്യക്തി എന്തൊക്കെ ആലോചിക്കുകയാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കാത്തത്. പിന്നെ സംസാരിക്കുമ്പോൾ കൃഷ്ണമണി വലുതായാൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നതാണ്. എന്നാൽ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ആ ഒരു വ്യക്തിയുടെ കണ്ണിന് ഒരു ചേഞ്ചുമില്ല, അതായത് ചെറുതായിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് മിണ്ടാൻ വേണ്ടി വലിയ താല്പര്യമൊന്നും ഇല്ല എന്ന് തന്നെയാണ്. പിന്നെ ഐബ്രോസ് ആണ് ശ്രദ്ധിക്കേണ്ടത്, അതായത് പുരികം പൊക്കിയാണ് സംസാരിക്കുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് എന്നതാണ്. ഇനി പുരികം താഴത്തേക്ക് പോയാൽ, അതായത് തറയിലേക്കൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ ഒരു വ്യക്തി, ഇങ്ങനെയാണ് എങ്കിൽ ഈ ഒരു വ്യക്തി എന്തൊക്കെ ചിന്തിക്കുന്നു, അതായത് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു കാര്യം ഈ ഒരു വ്യക്തി ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ എന്തോ വിഷമം ഉണ്ട് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി മുകളിലേക്ക് തന്നെയാണ് ഐബ്രോസ്, അതായത് പുരുകം മുകളിലേക്ക് പൊക്കിയിട്ടാണ് സംസാരിക്കുന്നത് എങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റഡുമാണ്, അല്ലെങ്കിൽ എന്തോ ഒരു സർപ്രൈസ് പോലെയാണ് നിങ്ങളെ കണ്ടത്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, പേടി. ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു രീതിയിൽ വരുമ്പോഴും ഇങ്ങനെ പുരുകം പൊക്കി അവർ സംസാരിക്കാറുണ്ട്. ഇതാണ് ഫസ്റ്റ് ഒരു പോയിന്റ്. ഇനി രണ്ടാമതായിട്ട് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ജെനുവിൻ സ്മൈലാണ്. നന്നായിട്ട് ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ചിരിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തമാശയോ അല്ലെങ്കിൽ കോമഡിയൊക്കെ പറയുകയാണ് എങ്കിൽ നല്ല രീതിയിൽ ചിരിക്കുന്നു എങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കംഫോർട്ടബിൾ ആണ് എന്നതാണ്. പിന്നെ ഈ ഒരു വ്യക്തി ചിരിക്കുമ്പോൾ കണ്ണൊക്കെ അടച്ചിട്ടാണ് ചിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് സംസാരിക്കാൻ എന്നതാണ്. നിങ്ങൾ പറയുന്ന എന്ത് കാര്യമാണോ ആ പറയുന്ന കാര്യമൊക്കെ ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട്. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സംസാരമാണ്. ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് താഴത്തേക്ക് നോക്കുന്നു, അല്ലെങ്കിൽ തലയ്ക്ക് ഇങ്ങനെ ഒരു കൈ കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെ നിന്നിട്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളോട് ആ ഒരു സമയം സംസാരിക്കാൻ വേണ്ടി വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ നിങ്ങളിങ്ങനെ പിടിച്ചു നിർത്തിയേക്കാണല്ലോ, അതുകൊണ്ട് സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആരെങ്കിലും വരുമ്പോൾ മുഖം അങ്ങോട്ട് മാറ്റുന്നു, അതായത് നിങ്ങളുടെ അടുത്തുനിന്ന് ഫേസൊക്കെ മാറ്റിയിട്ട് വേറെ എങ്ങോട്ടെങ്കിലൊക്കെ നോക്കുന്നു. പുതിയതായിട്ടൊരു വ്യക്തി നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ ഇതും അവരുടെ ഉള്ളിലുള്ളൊരു താല്പര്യമില്ലായ്മയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ തലയാട്ടുക, അതായത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് വെറുതെ തല മാത്രം ഇങ്ങനെ ആട്ടുകയാണ് എങ്കിൽ അതും താല്പര്യമില്ലായ്മേനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ നേരെ നോക്കിയിട്ട് ചെറിയ സ്മൈലോട് കൂടി, അതായത് ചെറിയൊരു പുഞ്ചിരിയോട് കൂടിയിട്ടാണ് ഇവർ നിങ്ങളുടെ ഫേസിൽ നോക്കി സംസാരിക്കുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം അവർ നിങ്ങളോട് മിണ്ടാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റഡ് ആണ് എന്നതാണ്. പിന്നെ ചില വ്യക്തികളുണ്ട്, ഇപ്പം ഇരുന്നിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് എങ്കിൽ ഇരിക്കുമ്പോൾ മുൻപോട്ട് ഇങ്ങനെ ചായന്ന് വരും, അതായത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കയറി വരും. ഇങ്ങനെയൊക്കെയാണ് അവർ സംസാരിക്കുന്നതെങ്കിൽ അവർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. ഇനി പിറകോട്ടാണ് പോകുന്നതെങ്കിലോ
അവർക്ക് ഒട്ടും താല്പര്യമില്ല എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി കൈകെട്ടി നിലത്ത് നോക്കിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിലോ അതിൻ്റെ അർത്ഥവും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഒട്ടും താല്പര്യമില്ല എന്ന് തന്നെയാണ്. സോ പുതിയതായിട്ടൊരു വ്യക്തിനെ കണ്ട് സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു വ്യക്തി നിങ്ങളോട് താല്പര്യത്തോടു കൂടിയാണോ അതോ വെറും താല്പര്യമില്ലായ്മയോട് കൂടിയാണോ സംസാരിക്കുന്നത് എന്നൊക്കെയുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം പുതിയ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.